ചങ്ങായിമാരെ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്തോണ്ടി. ഈ കാണുന്ന പകനെ കണ്ട 40 വർഷങ്ങൾക്ക് മുമ്പ് ഓന്റെ സഹോദരീന്റെ കെട്ടിയോനെ വെട്ടിക്കൊന്നിട്ട് ഒളിവി പാർത്ത ഒരു ഹിമാറാണ് ഈ കാണുന്ന നായി. 40 വർഷം ഓൻ വേറെ ഒരു സ്ഥലത്ത് പോയി പേരൊക്കെ മാറ്റി വേറെ കല്യാണമൊക്കെ കഴിച്ച് കുട്ടികളൊക്കെ ആയിട്ട് ഓൻ സന്തോഷമായിട്ട് ജീവിക്കായിരുന്നു. ഓന്റെ നാക്ക് പക്ഷേ ഓനെ ചതിച്ച് കള്ളു കുടിച്ചിട്ട് പുരയിൽ വന്നിട്ട് ദിവസവും കച്ചറ ഉണ്ടാക്കും. ഓന്റെ പെണ്ണുങ്ങളും നാട്ടാരും പോലീസ് കംപ്ലൈന്റ് പറയുമ്പോൾ ഓന് കേസൊക്കെ വെറും പുല്ലാണ്, പോലീസൊക്കെ വെറും പുല്ലാണ് എന്നുള്ള രീതിയിലുള്ള സംസാരം. അത് പക്ഷെ ഓനെ വെട്ടിലാക്കി. എന്താ ഓന്റെ കഥ? സംഗതി ഇങ്ങനെയാണ്. കൊല്ലം പൂയപ്പള്ളി വെളിയം പടിഞ്ഞാറ്റക്കരയിൽ 1987 സഹോദരി ഭർത്താവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം ഒളിവിൽ പോയ പ്രതിയാണ് 40 വർഷത്തിന് ശേഷം പിടിയിലായത്. പടിഞ്ഞാറ്റിൻകര കൊടിയാട്ട് വീട്ടിൽ മോഹനം പിള്ളയാണ് പിടിയിലായത്. ഇയാളുടെ സഹോദരി ഭർത്താവ് ചന്ദ്രശേഖരൻ പിള്ളയാണ് വെട്ടുകൊണ്ട് മരിച്ചത്. കൊലപാതക ശേഷം നാടുവിട്ട പ്രതി ആദ്യം വേളാങ്കണ്ണിയിലും പിന്നീട് കോട്ടയം ജില്ലയിലെ കല്ലറ എന്ന സ്ഥലത്ത് പേര് വിവരങ്ങൾ മാറ്റി കഴിയുകയായിരുന്നു. പിന്നീട് വിവാഹശേഷം കുടുംബവുമായി കല്ലറയിൽ താമസിച്ചു വരികയായിരുന്നു. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം വെളിയം സ്വദേശിയായ ഒരാളെ കാണുകയും പഴയ കേസിനെ കുറിച്ച് ചോദിക്കുകയും ചെയ്തു. ഇയാൾ ഇക്കാര്യം പോലീസിനോട് പറയുകയും ഇതിൽ പ്രകാരം പോലീസ് ഇയാളെ അന്വേഷിച്ചു വരികയായിരുന്നു. ഇയാൾ കള്ളുഷാപ്പിലിരുന്ന് മദ്യലഹരിയിൽ വഴക്കുണ്ടാക്കായിരുന്നു. അവിടെ ഇരുന്ന് ഓൻ പറഞ്ഞ് ഓന് കേസും പോലീസും ഒക്കെ വെറും പുല്ലാണ് എന്നുള്ള. അങ്ങനെ പോലീസ് ഇവനെ നിരീക്ഷിച്ച് വന്നപ്പോൾ ഇവനെ തൂക്കിയെടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ മണി പോലെ അന്ന് നടന്ന കഥകളൊക്കെ അങ്ങോട്ട് പറഞ്ഞ് അങ്ങനെ ഏതായാലും 40 വർഷങ്ങൾക്ക് ശേഷം ഓൻ പിടിയിലായിരിക്കുകയാണ്. നമ്മളെ മമ്മൂട്ടിക്ക ഒരു സിനിമയിൽ പറഞ്ഞിട്ടുണ്ട്, സത്യം അത് എത്ര നാൾ മൂടി വെച്ചാലും ഒരു നാൾ അത് പുറത്ത് വരിക തന്നെ ചെയ്യുമെന്ന്. ഏതായാലും നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുന്നുണ്ട്. ഈ പഹയനെ എല്ലാവരും ഒന്ന് കാണട്ടെ. 40 വർഷം മുമ്പ് സഹോദരി ഭർത്താവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം ഒളിവിൽ പോയിരുന്ന പ്രതിയായ മോഹനം പിള്ള 65 വയസ്സ്, അയാളെ പൂയപ്പള്ളി പോലീസ് കോട്ടയത്ത് കല്ലറ എന്ന സ്ഥലത്ത് നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 11/1/1987 വൈകുന്നേരം 6 മണിയോടെ ചന്ദ്രശേഖര പിള്ള എന്ന ആളിനെയാണ് മോഹനൻ പിള്ള വെട്ടിക്കൊലപ്പെടുത്തിയത്. സംഭവശേഷം ഇവിടെ നിന്ന് വേളാങ്കണ്ണിയിൽ പോവുകയും അവിടെ നിന്ന് പിന്നീട് കോട്ടയത്ത് കല്ലറ എന്ന് പറയുന്ന സ്ഥലത്തെത്തുകയും അവിടെ തോട്ടം പണിക്ക് നിന്ന ശേഷം അവിടെ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ച് 2 കുട്ടികളുമായിട്ട് താമസിച്ചു വരികയായിരുന്നു. ഈ കേസിലെ പ്രതിയെപ്പറ്റി പോലീസ് പലതരത്തിലുള്ള വിവരങ്ങൾ ശേഖരിച്ച് അന്വേഷിച്ച് വരുമ്പോഴാണ് ഒരു സൂചന ലഭിക്കുന്നത്. തുടർന്ന് സ്ഥലത്തെത്തി പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നു. പ്രതിയെ ബന്ധുക്കളെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് കോടതിയിൽ ഹാജരാക്കുന്നു.